തൊഴിലുറപ്പ് പദ്ധതിയെ കൊല്ലാൻ വിധിക്കുന്ന സമയത്ത് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോലും കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല. രാഷ്ട്രം വെല്ലുവിളികളെ നേരിടുന്ന സമയത്ത് വിനോദസഞ്ചാരത്തിൽ ഏർപ്പെടുക എന്നത് രാഹുൽ ഗാന്ധി മുൻപും ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപാകെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. രാജ്യം അപകടകരമായ വെല്ലുവിളികളെ നേരിടുമ്പോൾ പാർലമെന്റിൽ അതിനെതിരെ ചോദ്യശരങ്ങൾ ഉയർത്തേണ്ട, ഏറ്റവും കടുത്ത പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരേണ്ട പ്രതിരോധ നിരയുടെ നായകൻ രാജ്യം വിട്ടോടി പോകുന്നു. ജർമ്മനിയിൽ, തായ്ലൻഡിൽ, മലേഷ്യയിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലാണ് അദ്ദേഹം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരന്റെ ആശ്വാസ പദ്ധതിക്ക് മരണ വാറണ്ട് തയ്യാറാക്കുന്ന സമയത്ത് ജർമ്മനിയിലെ BMW കമ്പനിയുടെ ഷോറൂമിൽ സന്ദർശനം നടത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് ഏത് രാജ്യം സന്ദർശിക്കാനും അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതിനെയൊന്നും നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല, അത് അദ്ദേഹത്തിന്റെ കാര്യം. എന്നാൽ പാർലമെന്റ് അംഗം എന്ന നിലയിൽ, പ്രതിപക്ഷത്തെ നയിക്കുന്നയാൾ എന്ന നിലയിൽ, ഇന്ത്യ സഖ്യത്തിന്റെ, ഇന്ത്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ഒരാൾ എന്ന നിലയിൽ ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ ജീവിതം ദുരിതത്തിലാഴ്ത്തുന്ന കരിനിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ ഉള്ള ശക്തി ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ കക്ഷികൾ പ്രതിരോധം തീർക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ രാജ്യം വിട്ടുപോവുക, ഇതെന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ്? ഇതാണ് കോൺഗ്രസിന് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഈ രാജ്യത്തിന്റെ മുൻപാകെ കൊടുക്കാനുള്ള സന്ദേശമെങ്കിൽ അത് സംഘപരിവാരത്തെ പിന്തുണയ്ക്കുന്നതാണ് എന്ന് പറയാതിരിക്കാനാവില്ല.